അനുസരിച്ച് ആ ഗുണങ്ങൾ ഉണ്ടാക്കി തീർക്കുകയാണെങ്കിൽ എല്ലാ സാഹചര്യത്തിലും ദീനനുസരിച്ചുള്ള ജീവിതം നമുക്ക് എളുപ്പമായിരുന്നു. ഖുർആനിന്റെയും ഹദീസിന്റെയും അടിസ്ഥാനത്തിൽ മഹാന്മാര് സഹാബാക്കളിൽ ഉണ്ടായിരുന്ന അടിസ്ഥാനപരമായ 6 ഗുണങ്ങൾ പറഞ്ഞു തരുന്നുണ്ട്. ഒന്ന്, കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള യഖീനാണ്. 2, ഭയഭക്തിയുള്ള നമസ്കാരം. 3, ഇൽമു ദിക്ർ. 4, ഇക്റാമുൽ മുസ്ലിമീൻ. 5, ഇഖ്ലാസ് നിയ്യത്ത്. 6, ദഅവത്തെ ഇലല്ലാഹ്. ഈ ഓരോ ഗുണങ്ങളിലൂടെയും ലക്ഷ്യമാക്കപ്പെടുന്ന കാര്യം എന്താണ്? ഇതിന്റെ ഫളായിലുകൾ, ഇതിന്റെ മഹത്വം എന്താണ്? ഇതെങ്ങനെയാണ് നമ്മുടെ ഹൃദയങ്ങളിലും ജീവിതങ്ങളിലും ഉണ്ടായിത്തീരുന്നത്? ഈ 3 കാര്യങ്ങൾ നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കുകയും നമ്മുടെ ജീവിതത്തിൽ ഈ ഗുണങ്ങൾ ഉണ്ടാക്കുന്നതിന് വേണ്ടി അങ്ങേയറ്റം പരിശ്രമിക്കുകയും ചെയ്യണം. സഹാബാക്കൾ ഉണ്ടായിരുന്ന ആദ്യത്തെ ഗുണമാണ് കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് മുഹമ്മദുർ റസൂലുള്ളാഹിയിലുള്ള യഖീൻ. ഈ കലിമയുടെ അർത്ഥം ആരാധനയ്ക്കർഹൻ അല്ലാഹു അല്ലാതെ മറ്റാരുമില്ല, മുഹമ്മദ് അല്ലാഹുവിന്റെ ദൂതനാണ് സല്ലല്ലാഹു അലൈഹി വസല്ലം. കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത്, അതിന്റെ മഖ്സദ്, നമ്മുടെ ഹൃദയത്തിൽ നിന്ന് അല്ലാഹ് അല്ലാത്തവരെ കൊണ്ടാണ് കാര്യങ്ങൾ നടക്കുന്നത് എന്ന തെറ്റായ ധാരണയും വിശ്വാസവും മാറ്റി അള്ളാഹുവിനെ കൊണ്ട് മാത്രമേ കാര്യങ്ങൾ നടക്കുകയുള്ളൂ എന്ന സഹീഹായ യഖീൻ ഉണ്ടാക്കി തീർക്കുക. ഇതിന്റെ മഹത്വങ്ങൾ ധാരാളമുണ്ട്. അള്ളാഹു ഖുർആൻ ശരീഫിൽ കലിമത്ത് തയ്യിബയെ പരിശുദ്ധമായ ഒരു വൃക്ഷത്തിനോടാണ് ഉപമിച്ചിരിക്കുന്നത്. ആ വൃക്ഷത്തിന്റെ വേരുകൾ ഭൂമിയിലേക്ക് ആഴ്ന്നിറങ്ങിയതാണ്. അതിന്റെ ശിഖരങ്ങൾ ആകാശത്തിലേക്ക് ഉയർന്നതാണ്. അത് എല്ലാ സമയത്തും പഴം നൽകിക്കൊണ്ടേയിരിക്കുകയാണ്. ഇതുപോലെ ഹൃദയത്തിൽ കലിമയുടെ യാഥാർത്ഥ്യം, അതിന്റെ അർത്ഥങ്ങളും ആശയങ്ങളും വേരുറച്ചതാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് പുറപ്പെടുന്ന സാലിഹായ അമലുകൾ എല്ലാ സമയത്തും ആഖിറത്തില്, ദുനിയാവില് പ്രയോജനം നൽകിക്കൊണ്ടേയിരിക്കും. അള്ളാഹു ഖുർആൻ ശരീഫിൽ ധാരാളമായി കലിമയെക്കുറിച്ച് പറയുന്നുണ്ട്. فَأَمَّا مَنْ أَعْطَى وَاتَّقَى وَصَدَّقَ بِالْحُسْنَى فَسَنُيَسِّرُهُ لِلْيُسْرَى. ഏതൊരാള് അള്ളാഹു അവന് നൽകിയ സമ്പത്തിനെയും അവന് നൽകിയിരിക്കുന്ന കഴിവുകളെയും അള്ളാഹുവിന്റെ ദീനിന്റെ വഴിയിൽ ചിലവഴിക്കുകയും ഹൃദയത്തിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള തഖ്വയെ സ്വായത്തമാക്കുകയും ചെയ്യുന്നു, വസദ്ദഖ ബിൽ ഹുസ്ന, ഏറ്റവും നല്ലതിനെ അയാൾ വാസ്തവീകരിച്ചു. ഇവിടെ ഹുസ്ന എന്നതുകൊണ്ടുള്ള ഉദ്ദേശം കലിമ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന അള്ളാഹുവിന്റെ ഏകത്വം, അള്ളാഹുവിന്റെ മഹത്വം നമ്മുടെ ഹൃദയങ്ങളിൽ സ്ഥാനം പിടിക്കണം. നമ്മുടെ ഹൃദയങ്ങളിൽ പ്രതിഫലിക്കുന്ന, നമ്മുടെ ഹൃദയങ്ങളെ സ്വാധീനിക്കുന്ന ഏക ശക്തി അല്ലാഹ് മാത്രമായി തീരണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ധാരാളം ഹദീസുകൾ കലിമയുടെ മഹത്വത്തിൽ വാരിതായിട്ടുണ്ട്. അഫ്ളലു ദിക്രി ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അഫ്ളലു ദുആഇ അൽഹംദുലില്ലാഹ്. ദിക്റുകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നതും ദുആകളിൽ ഏറ്റവും ശ്രേഷ്ഠമായത് അൽഹംദുലില്ലാഹ് എന്ന വചനവുമാണ്. ഈ കലിമ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, കലിമയിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യണം. കലിമയിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ? അതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് എന്താണ്? ഒന്ന്, കലിമയുടെ മഹത്വം ജനങ്ങളോട് നമ്മൾ പറയണം, നേരത്തെ പറഞ്ഞതുപോലെ. 2, ഈ കലിമയുടെ ഉള്ളിൽ അടക്കം ചെയ്തിരിക്കുന്ന അള്ളാഹുവിന്റെ വളർമ, അള്ളാഹുവിന്റെ ഏകത്വം കൂടുതലായി ജനങ്ങളോട് പറയണം. അപ്പൊ കലിമ നമ്മുടെ ഹൃദയങ്ങളിൽ യാഥാർത്ഥ്യമായി തീരുന്നതിന് വേണ്ടി ഒന്ന്, കലിമയുടെ ദഅവത്ത് നമ്മൾ ചെയ്യണം. 2, കലിമയുടെ പരിശീലനം നമ്മൾ ചെയ്യണം, മഷ്ക്. കലിമയുടെ പരിശീലനം എന്താണ്? ഒറ്റയ്ക്കിരുന്ന് അള്ളാഹുവിന്റെ നിഅമത്തുകളെ കുറിച്ച്, അള്ളാഹുവിന്റെ സൃഷ്ടികളെ കുറിച്ച് വല്ലാതെ നമ്മൾ ചിന്തിക്കണം. ഇത്രയും ബൃഹത്തായ ഭൂമി, താരനിബിഡമായ ആകാശം, ഇതിനെയൊക്കെ സൃഷ്ടിക്കുകയും ഇതിനെയൊക്കെ പരിപാലിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന അള്ളാഹ് എത്ര മഹത്വമുള്ളവനാണ്. 3, ഈ കലിമ നമ്മുടെ ഹൃദയത്തിൽ യാഥാർത്ഥ്യമായി തീരുന്നതിന് വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ചെയ്യണം. കലിമയുടെ 2ാമത്തെ ഭാഗമാണ് മുഹമ്മദുർ റസൂലുള്ളാഹ്. ഇതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് നബിതങ്ങളുടെ ജീവിതം ഇരുലോക വിജയത്തിന് കാരണവും മറ്റെല്ലാ മാർഗങ്ങളും ഇരുലോക പരാജയത്തിനും കാരണമാണ്. ഈ യഖീൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരണം.
ഇതിന്റെ മഹത്വങ്ങളും ധാരാളമുണ്ട്. ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖുൽ ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ ഫത്തബിഊനി യുഹ്ബിബുകുമുല്ലാഹു വയഗ്ഫിർ ലക്കും ദുനൂബക്കും. ഏ നബിയെ, നിങ്ങൾ പറഞ്ഞു കൊടുക്ക്, ഇൻ കുന്തും തുഹിബ്ബൂനല്ലാഹ്, നിങ്ങൾ അള്ളാഹുവിനെ പ്രിയം വെക്കുന്നവരാണ് എങ്കിൽ അങ്ങനെയുള്ളവരോട് പറഞ്ഞു കൊടുക്ക് എന്നെ പിൻപറ്റാൻ വേണ്ടി. നിങ്ങൾക്ക് അള്ളാഹിന്റെ സ്നേഹം കിട്ടും, അള്ളാഹ് നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരികയും ചെയ്യും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളുടെ ധാരാളം ഹദീസുകൾ വന്നിട്ടുണ്ട്. തൂബാ ലിമൻ ആമന ബി വറആനി മർറതൻ വതൂബാ ലിമൻ ആമന ബി വലം യറനി സബ്അ മിറാറിൻ. എന്നെ കണ്ടുകൊണ്ട് എന്നെ വിശ്വസിച്ചവർക്ക് ഒരു മംഗളാശംസ, എന്നെ കാണാതെ വിശ്വസിച്ചവർക്ക് 7 മംഗളാശംസ. നബിതങ്ങളെ കാണാതെയാണ് നബിതങ്ങളുടെ നുബുവത്തിനെ നമ്മൾ അംഗീകരിക്കുകയും വിശ്വസിക്കുകയും ചെയ്തത്. നബിതങ്ങളെ കാണാതെയാണ് നബിതങ്ങളുടെ സുന്നത്തിൽ അള്ളാഹു വിജയം നിശ്ചയിച്ചിരിക്കുന്നു എന്ന് നമ്മൾ വിശ്വസിക്കുന്നത്. 7 മംഗളാശംസയാണ്. അപ്പൊ ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. 1, നബിതങ്ങളുടെ സുന്നത്തിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യണം. 2, മഷ്ക് ചെയ്യണം, പരിശീലിക്കണം. ഓരോ കാര്യങ്ങളും നമ്മൾ സുന്നത്തനുസരിച്ച് തന്നെ ചെയ്യണം. ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഉറങ്ങുമ്പോഴാണെങ്കിലും നമ്മുടെ ഇബാദത്തുകളിലാണെങ്കിലും നമ്മുടെ ആദാത്തുകളിലാണെങ്കിലും ദഅവത്തിലാണെങ്കിലും സുന്നത്തിനെ നമ്മൾ എന്ത് ചെയ്യണം? കൊണ്ടുവരണം. 3, അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ഇരക്കണം. സഹാബാക്കൾ ഉണ്ടായിരുന്ന 2ാമത്തെ ഗുണം ഭയഭക്തിയുള്ള നമസ്കാരമാണ്. നമസ്കാരം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് നമ്മുടെ ജീവിതം നമസ്കാരത്തിന്റെ വിശേഷണത്തിലായിത്തീരുക. നമസ്കാരം അള്ളാഹുവിന്റെ ഖജനാവിൽ നിന്ന് നേടിയെടുക്കാനുള്ള യഖീനിയായ സബബാണ്. ഇതിന് ധാരാളം മഹത്വങ്ങളുണ്ട്. ഖുർആൻ ശരീഫിൽ അല്ലാഹു പറയുന്നുണ്ട്, ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. ഭയഭക്തിയുള്ള നമസ്കാരക്കാരായ മുഅ്മിനീങ്ങൾക്ക് ദുനിയാവിലും ആഖിറത്തിലും വിജയം കിട്ടിക്കഴിഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, മൻ ഹാഫള അല സ്വലവാത്തിൽ ഖംസി അലാ മവാഖീതിഹാ വഅലാ വുളൂഇഹാ വഅലാ റുകൂഇഹാ വഅലാ സുജൂദിഹാ യറാഹ ഹഖ്ഖൻ ലില്ലാഹി അലൈഹി ഹുദ്ദിമ അലന്നാർ. ആരെങ്കിലും 5 നേരത്തെ നമസ്കാരം അതിന്റെ വുളുവിനെ ഗൗനിക്കുകയും അതിന്റെ സമയത്തെ കൃത്യമായി പാലിക്കുകയും അതിന്റെ റുകൂഇനെയും സുജൂദിനെയും ശ്രദ്ധിച്ച് നിർവഹിക്കുകയും ചെയ്തു കഴിഞ്ഞാൽ നാളെ അങ്ങനെയുള്ള ആൾ അള്ളാഹിനെ കണ്ടുമുട്ടുന്ന വേളയിൽ അള്ളാഹ് അവന് നരകം ഹറാമാക്കിയിട്ടുണ്ടാവും. എത്ര വലിയ ശക്തിയാണ് നമസ്കാരത്തിന്! നരകത്തിന്റെ ആളിക്കത്തുന്ന തീയെ കെടുത്തിക്കളയാനുള്ള ശക്തിയാണ് നമസ്കാരത്തിനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഈ നമസ്കാരം നമ്മുടെ ജീവിതത്തിൽ ശരിയായ രൂപത്തിൽ ഉണ്ടാകാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. 1, നമസ്കാരത്തിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യണം. നമസ്കാരത്തിന്റെ പ്രയോജനം ജനങ്ങളുടെ കൂടെ പോയി നമ്മൾ പറയണം. 2, പരിശീലിക്കണം. അവ്വൽ തക്ബീറോടുകൂടി തന്നെ നമ്മൾ ജമാഅത്തായി നമസ്കരിക്കാൻ വേണ്ടി ശ്രദ്ധിക്കണം. ഒഴിവായ സമയങ്ങളിൽ ഭയഭക്തി ഉണ്ടാകാൻ വേണ്ടി ഈ 2 റക്അത്ത് നമസ്കരിച്ച് നമസ്കാരത്തിൽ ഏകാഗ്രതയും ഭയഭക്തിയും ഉണ്ടാക്കി തീർക്കണം. 3, അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ഇരക്കണം. സഹാബാക്കൾ ഉണ്ടായിരുന്ന 3ാമത്തെ ഗുണം ഇൽമ്, ദിക്ർ. ഇൽമ് കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹിന്റെ ഓരോ സന്ദർഭത്തിലുമുള്ള കൽപ്പനകൾ എന്താണ് എന്ന് അറിയുക, മനസ്സിലാക്കുക. ധാരാളം മഹത്വങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, മൻ സലക തരീഖൻ യത്ലുബു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ബിഹി തരീഖൻ ഇലൽ ജന്ന. ആരെങ്കിലും ദീനിയായ അറിവ് പഠിക്കുന്ന വഴിയിൽ പ്രവേശിക്കുന്നു എങ്കിൽ അള്ളാഹു അവന് സ്വർഗത്തിലേക്കുള്ള വഴി എളുപ്പമാക്കി കൊടുക്കും. അതുകൊണ്ട് ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാക്കി തീർക്കാൻ വേണ്ടിയും 3 കാര്യങ്ങൾ ചെയ്യണം. 1, ഇൽമിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യണം. 2, നമ്മൾ ഇൽമിന്റെ പരിശീലനം ചെയ്യണം. മസ്അലകൾ ആലിമീങ്ങളോട് ചോദിച്ച് മനസ്സിലാക്കണം. ഫളായിലിന്റെ ഇൽമ് ഹൽഖാ തഅലീമിലൂടെ നമ്മൾ ഗ്രഹിക്കുകയും ചെയ്യണം. 3, അള്ളാഹുവിനോട് കരഞ്ഞ് ദുആ ഇരക്കണം. ഇൽമിന്റെ കൂട്ടത്തിലുള്ള ഗുണമാണ് ദിക്ർ. ദിക്ർ കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹിന്റെ ഓരോ കൽപ്പനയും അള്ളാഹിന്റെ ചിന്തയോടുകൂടി പൂർത്തിയാക്കുക. ധാരാളം മഹത്വങ്ങളുണ്ട്. നബിതങ്ങൾ പറയുകയാണ്, മസലുല്ലദീ യദ്കുർ റബ്ബഹു വല്ലദീ ലാ യദ്കുർ റബ്ബഹു മസലുൽ ഹയ്യി വൽ മയ്യിത്ത്. അള്ളാഹുവിനെ ദിക്ർ ചെയ്യുകയും ദിക്ർ ചെയ്യാതിരിക്കുകയും ചെയ്യുന്ന ആളുടെ ഉദാഹരണം, ഉപമ ജീവിച്ചിരിക്കുന്നവനെയും മരിച്ചവനെയും പോലെയാണ്. ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. 1, ദിക്റിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യണം. 2, ദിക്റിന്റെ പരിശീലനം ചെയ്യണം. എന്താ ദിക്റിന്റെ പരിശീലനം? ദിക്റിനെ കുറിച്ച് നമ്മൾ വായിച്ച് അള്ളാഹിന്റെ വഴിയിൽ പുറപ്പെടപ്പോൾ ദിക്ർ ചെയ്യണം. 1, ഖുർആൻ ശരീഫ് ദിവസവും നമ്മൾ ചുരുങ്ങിയത് 1 ജുസുവെങ്കിലും പാരായണം ചെയ്യണം.
2 രാവിലെയും വൈകുന്നേരമുള്ള തസ്ബീഹാത്തുകൾ മുടങ്ങാതെ പൂർത്തീകരിക്കണം. 3 ഓരോ സന്ദർഭത്തിലും വാരിതായിരിക്കുന്ന സുന്നത്തായ ദുആക്കളുണ്ട്. ഭക്ഷണം കഴിക്കുമ്പോൾ, ഭക്ഷണം കഴിച്ചാൽ, അതുപോലെ തന്നെ ഉറങ്ങുമ്പോൾ, ഉറങ്ങി എഴുന്നേറ്റാൽ, പ്രാഥമിക ആവശ്യം നിർവഹിക്കാൻ വേണ്ടി പോകും, വീട്ടിൽ പ്രവേശിക്കുമ്പോൾ, വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ, ഓരോ സന്ദർഭങ്ങളിലും നബിതങ്ങളിൽ നിന്ന് ദുആക്കൾ വാരിതായിട്ടുണ്ട്. അത് പഠിച്ച് നമ്മൾ എന്ത് ചെയ്യണം? പ്രാവർത്തികമാക്കണം. ആ ദുആകളിൽ വലിയ ശക്തി അള്ളാഹു നിശ്ചയിച്ചിരിക്കുക. 3 നമ്മുടെ ഔറാദ്, 4 നമ്മുടെ ഔറാദ് വളായിഫുകൾ പൂർത്തീകരിക്കണം. ദിനേന നമ്മൾ ചെയ്യുന്ന ഏതെങ്കിലും വിറുതുകൾ ഉണ്ടാവും, ഹിസ്ബുല്ലാഹമോ മൻസിലോ. അപ്പൊ അതുകൊണ്ട് ദിക്റിന്റെ പരിശീലനം നമ്മൾ ചെയ്യണം. 3 അള്ളാഹുവിനോട് കരഞ്ഞ് ദുആയിരക്കണം. സഹാബാക്കൾ ഉണ്ടായിരുന്ന 5ാമത്തെ ഗുണം ഇക്റാമുൽ മുസ്ലിമീൻ. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സൃഷ്ടികളുമായി ബന്ധപ്പെട്ട അള്ളാഹിന്റെ കൽപ്പനകൾ പൂർത്തീകരിക്കുക, അതിൽ മുസ്ലിമീങ്ങൾക്ക് പ്രത്യേകം പ്രാമുഖ്യം നൽകുക. ധാരാളം മഹത്വങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഇന്നൽ മുഅ്മിന ലയുദ്രികു ബിഹുസ്നി ഖുലുഖിഹി ദറജതസ് സായിമിൽ ഖായിം. തീർച്ചയായും ഒരു മുഅ്മിൻ അവന്റെ സൽ സ്വഭാവത്തിലൂടെ പകലെല്ലാം നോമ്പ് വയ്ക്കുകയും രാത്രിയെല്ലാം നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്നയാളുടെ പ്രതിഫലം അയാളുടെ ദറജ നേടിയെടുക്കുന്നതാണ്. ഇത്ര വലിയ കാര്യമാണ്. ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. 1, ഇതിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യണം. 2, പരിശീലിക്കണം. പരിശീലനം എങ്ങനെയാണ്? ഖിദ്മത്തിലൂടെയാണ് നമ്മുടെ അഖ്ലാഖ് നന്നാകുന്നത്. നമ്മൾ എന്ത് ചെയ്യണം? സൃഷ്ടികൾക്ക് ഉപകാരം ചെയ്യുന്നവരാകണം. സൃഷ്ടികൾക്ക് സേവനം ചെയ്യുന്നവരായിരിക്കണം. ഏത് രൂപത്തിലാണെങ്കിലും, അത് സാമ്പത്തികമായിട്ടാണെങ്കിലും ശാരീരികമായിട്ടാണെങ്കിലും, എപ്പോഴും നമ്മൾ നമ്മുടെ വീട്ടുകാർക്ക്, നമ്മുടെ ബന്ധുമിത്രാദികൾക്ക്, അതുപോലെ നമ്മുടെ നാട്ടുകാർക്ക്, മുഴുവൻ ജനങ്ങൾക്ക് നമ്മൾ ഉപകാരം ചെയ്യുന്നവരാകണം. എത്രത്തോളം നമ്മൾ ഖിദ്മത്ത് ചെയ്യുമോ അതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മുടെ അഖ്ലാഖ് നന്നാകുന്നത്. മിയാൻജി മിറാബ് സാഹിബ് റഹ്മത്തുള്ളാഹി അലൈഹി സാധാരണ പറയാറുണ്ടായിരുന്നു, ബയാൻ കർനെ വാല अपने बयान की दरमियान हाथ हिलाते हैं, अगर उसकी दिल की ताल्लुक अल्लाह से नहीं है उसके हाथ तकब्बुर पर होगा. ബയാൻ ചെയ്യുന്ന ആള് ബയാനിടയിൽ കൈ അവിടെ ഇവിടെ കാക്കാറുണ്ട്, ആക്ഷൻ കാണിക്കാറുണ്ട്. അഥവാ അയാളുടെ ഹൃദയത്തിന്റെ ബന്ധം അള്ളാഹുമായിട്ടല്ല എങ്കിൽ ആ കൈയിന്റെ ചലനം തക്കബ്ബുറിന്റെ മുകളിലാണ്, കിബറിന്റെ മുകളിൽ, അഹങ്കാരത്തിന്റെ മുകളിൽ. खिदमत करने वाला बर्तन धोता है उसकी हाथ तवाजु पर होगा. ഖിദ്മത്ത് ചെയ്യുന്ന ആള് പാത്രം കഴുകാറുണ്ട്, അയാളുടെ കൈ തവാളുവിന്റെ മുകളിലായിരിക്കും, വിനയത്തിന്റെ മേലായിരിക്കും. അതുകൊണ്ട് ഖിദ്മത്തിലൂടെയാണ് നമ്മുടെ അഖ്ലാഖ് നന്നാകുന്നത്. 3 ഈ ഗുണം ഉണ്ടാകാൻ വേണ്ടി അള്ളാഹുവിനോട് കരഞ്ഞു ദുആയിരക്കണം. സഹാബാക്കൾ ഉണ്ടായിരുന്ന 5ാമത്തെ ഗുണം ഇഖ്ലാസ്, നിയ്യത്ത്. ഇതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹിന്റെ ഓരോ കൽപ്പനയും അള്ളാഹിന്റെ തൃപ്തിക്ക് വേണ്ടി മാത്രം ചെയ്യുക. ധാരാളം മഹത്വങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, തൂബാ ലിൽ മുഖ്ലിസീൻ ഉലൈക മസാബിഹുൽ ഹുദാ തൻജലി അൻഹും കുല്ലു ഫിത്നത്തിൽ ലൽമാ. തൂബാ ലിൽ മുഖ്ലിസീൻ, മുഖ്ലിസീങ്ങൾക്ക് സർവ്വ മംഗളാശംസകളും. ഉലൈക മസാബിഹുൽ ഹുദാ, അവര് സന്മാർഗത്തിന്റെ കെടാവിളക്കുകളാണ്. തൻജലി അൻഹും കുല്ലു ഫിത്നത്തിൽ ലൽമാ, ഇരുളടഞ്ഞ ധാരാളം കുഴപ്പങ്ങള്, ഫിത്നകള് ആ മുഖ്ലിസീങ്ങളിലൂടെ ദൂരീകരിക്കപ്പെടും. അതുകൊണ്ട് ഇഖ്ലാസ് നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. 1, ഇഖ്ലാസിലേക്ക് ജനങ്ങളെ ദഅവത്ത് ചെയ്യണം. 2, ഇഖ്ലാസിന്റെ പരിശീലനം ചെയ്യണം. ഓരോ അമലിന്റെയും തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും നമ്മുടെ ഹൃദയത്തിലെ നീയത്തിനെ പരിശോധിക്കുകയും ആ നീയത്തിനെ നന്നാക്കുകയും ചെയ്യണം. 3, അള്ളാഹുവിനോട് കരഞ്ഞു ദുആയിരക്കണം, അള്ളാഹു എനിക്ക് നീ ഇഖ്ലാസ് നൽകണമേ. മൗലാന ഉമർ സാഹിബ് പാലൻപൂരി റഹ്മത്തുള്ളാഹി അലൈഹി പറയുമായിരുന്നു, മെഹനത് കർനെ വാലോं की अंदर अखीर पैदा होती है इखलास, पहले छूट जाती है इखलास. ദീന പരിശ്രമം ചെയ്യുന്നവരുടെ ഹൃദയത്തിൽ അവസാനം ഉണ്ടാകുന്ന ഗുണമാണ് ഇഖ്ലാസ്. എന്നാൽ ആദ്യം നഷ്ടപ്പെടുന്നതും ഇഖ്ലാസ്. അവസാനം ഒരു വൃക്ഷത്തിൽ നിന്ന് കിട്ടുന്നത് എന്താണ്? എന്താ കിട്ടുന്നത്? പഴങ്ങള്. ആ പഴത്തിൽ നിന്ന് അവസാനം വരുന്നത് എന്താണ്? മധുരം. ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ്? മധുരം നഷ്ടപ്പെടുന്നത്. പഴം അഴുകാൻ വേണ്ടി തുടങ്ങി, ആദ്യം നഷ്ടപ്പെടുന്നത് എന്താണ്? മധുരമാണ്. എന്ന് പറഞ്ഞതുപോലെയാണ് ദീനിന്റെ പരിശ്രമം ചെയ്യുന്നവർക്ക് അവസാനം ഇഖ്ലാസിന്റെ ഗുണം വരും, എന്നാൽ പെട്ടെന്ന് നഷ്ടപ്പെട്ടു പോകാൻ സാധ്യതയുണ്ട്.
അതുകൊണ്ട് നമ്മൾ ഓരോ അമലിന്റെയും തുടക്കത്തിലും മധ്യത്തിലും അവസാനത്തിലും ഇഖ്ലാസിനെ പരിശോധിക്കണം, അള്ളാഹിനോട് കരഞ്ഞു ദുആ ചെയ്യണം. സഹാബാക്കൾ ഉണ്ടായിരുന്ന ആറാമത്തെ ഗുണം ദഅവത്തെ ഇലല്ലാഹ്. ഇതിലൂടെ ഉദ്ദേശിക്കപ്പെടുന്നത് അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന സമ്പത്ത്, സമയം, നമ്മുടെ കഴിവുകൾ, ഇതെല്ലാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പരിശ്രമം ലോകത്ത് ഹയാത്താകുന്നതിന് വേണ്ടി സമർപ്പിക്കുക. യഥാർത്ഥത്തിൽ അള്ളാഹു നമുക്ക് നൽകിയിരിക്കുന്ന ഈ ആരോഗ്യം, ഈ സമ്പത്ത്, ഈ കഴിവുകൾ ഒന്നും നമുക്ക് ഇഷ്ടപ്രകാരം വിനിയോഗിക്കാൻ വേണ്ടിയല്ല. ഇന്നല്ലാഹ ഇശ്തറാ മിനൽ മുഅ്മിനീന അൻഫുസഹും വഅംവാലഹും ബിഅന്ന ലഹുമുൽ ജന്ന. ലോകത്തുള്ള ഓരോ മുഅ്മിനീങ്ങളിൽ നിന്നും അള്ളാഹു അവരുടെ സമ്പത്തിനെയും ജീവനെയും സ്വർഗത്തിന് പകരമായി വിലയ്ക്ക് വാങ്ങിയിരിക്കുക. അതുകൊണ്ട് നമ്മൾ ഈ കഴിവുകളെ അള്ളാഹുവിന്റെ നിബിധങ്ങളുടെ പരിശ്രമം ലോകത്ത് ഹയാത്താകുന്നതിന് വേണ്ടി സമർപ്പിക്കണം. ധാരാളം മഹത്വങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, യൗമുൻ ഫീ സബീലില്ലാഹ് ഖൈറുൻ മിൻ അൽഫി യൗമിൻ ഫീമാ സിവാ. അള്ളാഹിന്റെ ദീനിന്റെ വഴിയിലുള്ള ഒരു ദിവസം അതല്ലാത്ത 1000 ദിവസത്തെക്കാൾ ശ്രേഷ്ഠം. നാട്ടിലൊരു മനുഷ്യൻ 1000 ദിവസം ഇബാദത്ത് ചെയ്ത് കഴിഞ്ഞുകൂടുന്നതിനേക്കാൾ മഹത്തരമാണ് അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ ഒരു ദിവസം പുറപ്പെടുക. അതുകൊണ്ട് ഈ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിത്തീരാൻ വേണ്ടി 3 കാര്യങ്ങൾ ചെയ്യണം. ഒന്ന്, ദഅവത്തിലേക്ക് ദഅവത്ത് ചെയ്യണം. സാധാരണ നമ്മൾ പറയാറുണ്ട് 5 ഗുണം ഉണ്ടാവാൻ വേണ്ടി 6ാമത്തെ ഗുണം. അങ്ങനെയല്ല. 6ാമത്തെ ഗുണം നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ വേണ്ടിയും നമ്മൾ ദഅവത്ത് ചെയ്യണം. എങ്ങനെയാ ദഅവത്തിലേക്ക് ദഅവത്ത് ചെയ്യുന്നത്? ഉമ്മത്തിനോട് നമ്മൾ പോയി പറയണം, ദഅവത്ത് എന്റെയും നിന്റെയും ഉത്തരവാദിത്തമാണ്. അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടാൻ വേണ്ടി അള്ളാഹ് എന്നോടും കൽപ്പിച്ചിരിക്കുകയാണ്, നിങ്ങളോടും കൽപ്പിച്ചിരിക്കുകയാണ്. അപ്പൊ ഒന്ന്, ദഅവത്തിലേക്ക് ദഅവത്ത് ചെയ്യണം. 2, ദഅവത്തിന്റെ പരിശീലനം ചെയ്യണം. പരിശീലനമാണ് അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ ആദ്യ പടിയായി 4 മാസം പുറപ്പെടൽ. എല്ലാ വർഷവും മുടങ്ങാതെ 40 ദിവസം ചുരുങ്ങിയത് പുറപ്പെടൽ. മസ്ജിദ് വാറിന്റെ 5 അമലുകൾ, മാസത്തിലെ 3 ദിവസം ജമാഅത്ത്, ആഴ്ചയിലെ 2 ഗസ്ത്, ദിവസമുള്ള മുലാഖാത്ത്, 2 തഅലീം മശൂറ. ഇതെല്ലാം ദീനിന്റെ ദഅവത്തിന്റെ പരിശ്രമത്തിന്റെ മഷ്കാണ്, പരിശീലനമാണ്. അഹമ്മിയത്തോടുകൂടി എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യണം. 3, അള്ളാഹുവിനോട് നമ്മൾ കരഞ്ഞു ദുആ ഇരക്കണം. അള്ളാഹുവേ, ദീനിന്റെ ദഅവത്തിന്റെ ഈ പരിശ്രമം ശരിയായ രൂപത്തിൽ എനിക്ക് നീ മനസ്സിലാക്കി തരണം, ഈ പരിശ്രമം എന്നെ കൊണ്ട് നീ ചെയ്യിക്കണം. അപ്പൊ ഈ 6 ഗുണങ്ങൾ ഇതൊരു കഷായം പോലെയാണ്. കഷായം കുടിച്ചു കഴിഞ്ഞാൽ എന്ത് സൂക്ഷിക്കണം? പഥ്യം സൂക്ഷിക്കണം, അല്ലേ? അപ്പൊ 7ാമതൊരു കാര്യമുണ്ട്, പഥ്യം. തർക്കുമാലായാണ്, ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. നമുക്ക് കിട്ടിയ ഗുണങ്ങൾ നിലനിൽക്കണമെങ്കിലും ഇല്ലാത്ത ഗുണങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണമെങ്കിലും നമ്മൾ പാലിക്കേണ്ടുന്ന ഒരു ഗുണമാണ് തർക്കുമാലായാണ്. ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. ആവശ്യമില്ലാത്ത സംസാരം, ആവശ്യമില്ലാത്ത പ്രവൃത്തി, ആവശ്യമില്ലാത്ത ചിന്തകളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിൽ വരുന്നുണ്ട്, മിൻ ഹുസ്നി ഇസ്ലാമിൽ മർഇ തർക്കുഹു മാ ലാ യഅനി. ഒരു മുസ്ലിമിന്റെ ഇസ്ലാമിന്റെ സൗന്ദര്യമാണ് ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കുക. എല്ലാവരും സൗന്ദര്യം ആഗ്രഹിക്കുന്നുണ്ട്, അല്ലേ? ഒരു മുസ്ലിമിലെ ഇസ്ലാമിന്റെ ഒരു അലങ്കാരവും സൗന്ദര്യവും എങ്ങനെയാ കാണുന്നത്? നമുക്കറിയാം, നമ്മുടെ കുടുംബത്തിൽ, നാട്ടിൽ ആവശ്യമില്ലാത്ത കാര്യങ്ങളുമായി ബന്ധപ്പെടാത്ത ആൾക്കാർ എല്ലാവരുടെ ഇടയിൽ അംഗീകരിക്കപ്പെട്ട ആളായിരിക്കും, അല്ലേ? അതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം? ആവശ്യമില്ലാത്ത കാര്യങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു നിൽക്കണം. അപ്പൊ ഈ ഗുണങ്ങളൊക്കെ ഉണ്ടാകണമെങ്കിൽ നമ്മൾ അള്ളാഹിന്റെ ദീനിന്റെ വഴിയിൽ പുറപ്പെടണം. ആദ്യ ചുവട്ടുപടിയായി 4 മാസം പുറപ്പെടണം. എന്ത് പറയുന്നു? തയ്യാറല്ലേ? ഇൻഷാ അല്ലാഹ്. ആരൊക്കെ തയ്യാറുണ്ട്? ഹിമ്മത്തോടുകൂടി പറയും. എന്നിട്ടേക്ക് ഇൻഷാ അല്ലാഹ് അള്ളാഹ് കബൂലാക്കുമാറാകട്ടെ. എഴുന്നേറ്റ് നിന്നോളൂ. മാഷാ അല്ലാഹ്.